നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം അനുഭവിക്കാനായിട്ട് തുടങ്ങും. കാരണം 12-ൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നിട്ടുണ്ട്. ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നൊരു ദോഷമുണ്ടെങ്കിലും 12-ാം വ്യാഴത്തിൻ്റെ അത്രയ്ക്ക് ദോഷമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കും. മാത്രവുമല്ല, ലഗ്നത്തിൻ്റെ 10-ാം ഭാവത്തിൽ ശുക്രൻ പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്താണ് നിൽക്കുന്നത്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും. മാത്രവുമല്ല, രാഹുവിൻ്റെ ഒരു മാറ്റവും വരുന്നുണ്ട്. അപ്പോൾ രാഹു കുംഭൻ രാശിയിലേക്ക് മാറുമ്പോൾ 10-ാം ഭാവത്തിൽ നിന്നുള്ള രാഹുഗതികളുടെ ബന്ധനാവസ്ഥ മാറി. അത് കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ യോഗം വന്നു. ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ളത് കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. അതുമാത്രമല്ല, 4-ാം ഭാവത്തിൽ വരുന്ന ഘണ്ണകാരകനായിരിക്കുന്ന കേതുവിൻ്റെ മാറ്റം വന്നതോടുകൂടിയിട്ട് ഭവന സംബന്ധമായിരിക്കുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. പക്ഷേ സഹായികൾ അകന്നു പോകുക, സഹായികൾ ശത്രുക്കളാകുക എന്നീ പറയുന്ന രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പടിപടിയായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ ബലം വർദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തിക ഞെരുക്കം മാറി സ്വന്തമായിട്ടൊരു സ്ഥാനം എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ എന്തായാലും വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന സമയവും 2-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയവും അനുകൂലാവസ്ഥയുണ്ടാകും. പ്രത്യേകിച്ചും ഈ മാസത്തിൽ മെയ് മാസത്തിൽ നല്ല ഗുണങ്ങൾ 14-ാം തീയതിക്ക് ശേഷം ഉണ്ടാകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നിരുന്ന സൂര്യൻ്റെ മാറ്റം വന്നു. അതേപോലെ തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റം വന്നു. ഇതൊക്കെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷമായിട്ട് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ തടസ്സങ്ങളും പ്രതിസന്ധികളും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ട് കണ്ടമാനം ദുഃഖം അനുഭവിക്കുക, ഒരു ബന്ധനദോഷത്തിൻ്റേതായിരിക്കുന്നത് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലൊരു ബന്ധനാവസ്ഥയായിരുന്നു. വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, കുടുംബക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, കുടുംബത്തിൽ കുറച്ച് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ അഭിമുഖീകരിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് സുവർണകാലമെന്ന് തന്നെ പറയാം. നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. പക്ഷേ കുറച്ച് അനാവശ്യമായിട്ടുള്ള യാത്രകൾ വേണ്ടി വരും. അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപക്ഷ്യമായ വസ്തുക്കളുള്ളിൽ ചെല്ലാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഒരു ബന്ധനദോഷം പോലെയുള്ള അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ മാസത്തേക്കാൾ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള യോഗമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ കാണുന്നത്. എങ്കിലും പൂർണ്ണമായിട്ടും ഗുണഫലങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം. ഗണപതി ഹോമം ചെയ്യണം. ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.